ഇതും ഇന്ത്യയാണ് എന്ന് പറയാതിരിക്കാൻ എനിക്ക് വയ്യ. ഇങ്ങനത്തെ ഭീകരമായിട്ടുള്ള ആചാരങ്ങൾ എല്ലാത്തിനും മതത്തിൻ്റെ ഒരു കളർ അങ്ങ് തേച്ചു കൊടുത്താൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ എക്സ്പെക്ടേഷൻ അവസാനിപ്പിക്കേണ്ടതായിട്ട് തന്നെ. അപ്പോൾ ലൈഫിൽ അങ്ങനെയുള്ള ഡിസിഷൻസും നമുക്ക് എടുക്കാം. അതൊരു പാഠമായിരുന്നു എനിക്ക്. എല്ലാം ആഗ്രഹിച്ച പോലെ നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സോ ഞാൻ എല്ലാവരോടും പറയും, സോ ദിസ് ഈസ് ഹൗ വി ഹാവ് ടു ഫേസ് ദ ലൈഫ് എന്നുള്ളത്. ലഡാക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനും പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു. അതായത് ഞങ്ങളിങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ലഡാക്കിൽ പൊതുവെ നല്ല സത്യസന്ധരായ ആൾക്കാരാണ്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കാറിൽ വെച്ച് മറന്നുപോയി, ഞങ്ങളുടെ കാറിൽ വെച്ച് മറന്നുപോയി. പക്ഷെ തിരിച്ച് ഞങ്ങൾ അയ്യോ മൊബൈൽ മറന്നുപോയല്ലോ എന്ന് പറഞ്ഞ് തിരിച്ച് അവിടെ ചെന്നപ്പോൾ കാറിൽ എവിടെയാണോ മൊബൈൽ വെച്ച് അവിടെ തന്നെ കിടപ്പുണ്ട്, ആരും എടുത്തില്ല. അപ്പം ഞാൻ അവിടെ ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ അവിടെ പൊതുവേ അങ്ങനെയുള്ള ആൾക്കാരാണ്, ആരും കള്ളന്മാരും ഇല്ല, മോഷണമൊന്നും അവരുടെ തൊഴിലല്ല, എല്ലാവരും നല്ല ആൾക്കാരാണ്, ബുദ്ധമത വിശ്വാസികളാണെന്നൊക്കെ പറഞ്ഞു. അല്ല അപ്പോഴാണ് ഞാൻ അപ്പോൾ അത് പറഞ്ഞിങ്ങനെ കടന്നു വരുമ്പോഴാണ് അവിടെ ഒരു ജയിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ എന്തിനാ ജയിലെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ 3 തടവ് പുള്ളികളുണ്ട്, അത് 3 പേരും അവിടത്തുകാരല്ല, ഒരു ആന്ധ്രാക്കാരനും അങ്ങനെ ആ നാട്ടുകാരെ അവിടുത്തെ ജയിലില്ല എന്ന് പറഞ്ഞു. അത് പക്ഷേ അവിടുത്തെ ഒരു ബുദ്ധമത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങോട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ ഈ നിസാറിൻ്റെ യാത്രകളിൽ ഇതുവരെ പറയാത്ത, കാരണം നിസാർ ഒരു വലിയൊരു യാത്ര, ഒരു കാശ്മീർ യാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. മറ്റ് പല യാത്രകളിലും നിസാറിൻ്റെ യാത്രകൾ എനിക്ക് തോന്നുന്നു യൂട്യൂബിലും ഒക്കെ ആയിട്ട് നിങ്ങൾ പലരും കണ്ടതും കേട്ടതും ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ കാശ്മീർ അനുഭവങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിസാറിൻ്റെ കാശ്മീർ അനുഭവം, ലഡാക്കിനടുത്താണല്ലോ, അതുകൊണ്ട് കാശ്മീർ അനുഭവം കൂടെ നമുക്കൊന്ന് കേൾക്കാം. കാശ്മീരിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 10-25 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെൻ്റ് എന്ന് വെച്ചാൽ, ഞാൻ അവിടെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിന് തൊട്ട് പുറകിൽ കുറച്ചങ്ങോട്ട് നടന്നാൽ ഒരു കടുക് പാടം, നല്ല കടുക് ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന പാടം, ഒരു ഭാഗത്ത് ആപ്പിൾ ഓർച്ചഡാണ്, ആപ്പിൾ ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, സമയമാവുന്നേ ഉള്ളൂ. ഒരു ഭാഗത്തൂടെ അരുവി, ആൻഡ് അവിടെ ഒരു പള്ളി, ഒരു ചെറിയ 200-250 വർഷം പഴക്കമുള്ള ഒരു പള്ളി, 2 വലിയ ചിനാർ മരങ്ങൾ, കുറേ ആടുകൾ. അതായത് നമ്മൾ പണ്ട് എപ്പോഴോ ക്യാൻവാസിൽ കണ്ടിട്ടുള്ള ഒരു ഇമേജ്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനിങ്ങനെ എപ്പോഴും അഗർത്ത എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം തപ്പിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. അഗർത്ത എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എവിടെയോ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ലോകമാണ്. ഈ ഭൂമിക്കടിയിലോ ക്രസ്റ്റ് മാൻഡിൽ കോർ ഇതിൻ്റെ ഉള്ളിൽ എവിടെയോ ഉള്ള ഒരു ലോകം, നല്ല ഹൃദയമുള്ള മനുഷ്യർക്ക് മാത്രം കണ്ടെത്താൻ പറ്റുന്ന ഒരു ലോകം എന്നാണ് അഗർത്ത അറിയപ്പെടുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഇതായിരിക്കും എൻ്റെ അഗർത്ത. അതിന് ഞാനത് ഇൻസ്റ്റഗ്രാമിലിട്ടു, ഞാനിങ്ങനെ അഗർത്ത കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഈ കൊളംബസ് ഒക്കെ നമ്മളെ അമേരിക്ക കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ പോലെ. അപ്പം ഞാനത് ഇട്ടതിന് ശേഷം എനിക്കൊന്ന് 10-15 ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അഗർത്ത തേടി കാശ്മീരിൽ. ഞാൻ ഉള്ളപ്പോൾ തന്നെ മലപ്പുറത്തുനിന്ന് 2 ടീം വന്നു. അപ്പോൾ ഇനി പതുക്കെ ആ പ്ലേസ് അഗർത്ത എന്നുള്ള പേരിലേക്ക് ആയി മാറുമെന്ന് ഞാനിങ്ങനെ മാറും. അത് ഭയങ്കര, പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം നൽകുന്നൊരു, ഞാൻ എപ്പോഴും രാത്രി ആ പള്ളിയിൽ പോയിരിക്കും. ഒരു മനുഷ്യനും ഉണ്ടാവില്ല ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെയാണ് ഞാൻ എത്തിപ്പെടേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമായിട്ട് അഗർത്ത ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ലഡാക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, ദ്രാസിൽ പോയ സമയത്ത് നമുക്ക് ആരുടെ വീട്ടിൽ പോയിട്ടും കിടക്കാൻ പറ്റും. ലൈക്ക് ആരും നമ്മളെ ജഡ്ജ് ചെയ്യില്ല. നമ്മൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കഴിക്കാൻ എന്തെങ്കിലും വേണോ, അല്ലെങ്കിൽ താമസിക്കാൻ എന്തെങ്കിലും ഇടം വേണോ. അങ്ങനെ പെട്ടുപോയിട്ടുള്ള സമയങ്ങളിൽ പലരും എന്നെ ഈ യാത്രയിൽ പലപ്പോഴും പല വീടുകളും എനിക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു റിട്ടേൺ എന്ന നിലയ്ക്കാണ് ഞാൻ എൻ്റെ വീട്, ഇപ്പം അഗർത്ത എന്നാണ് ഞാൻ ഈ വീടിന് പേരിട്ടിട്ടുള്ളത്. എൻ്റെ വീടിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാം, പൈസ തരണ്ട, ഫ്രീ. ഓക്കെ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ഒന്ന് ഞാനുള്ള സമയത്ത് അഗർത്തയിൽ വന്നിട്ട് നമുക്ക് സംസാരിക്കാം, കഥകൾ പറയാം, പാട്ട് പാടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ മോളും ഞങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ചില ആൾക്കാർക്കൊന്നും പോകാനൊരു ഇടം ഉണ്ടാവില്ല. ഞാൻ ഞാൻ പറഞ്ഞു, ഈ വേനൽ അവധിക്കാലത്ത് ചില കുട്ടികൾക്കൊക്കെ എല്ലാവരും പോകുന്നുണ്ടാവും അച്ഛൻ്റെ വീട്ടിലേക്കും അമ്മയുടെ വീട്ടിലേക്കൊക്കെ പോകാനുള്ള വീടുകളുള്ളവരുണ്ടാവും. പക്ഷേ ഇതില്ലാതെ അത് നോക്കിക്കൊണ്ട് നമുക്ക് എന്താ എങ്ങോട്ട് പോകാനില്ലാത്തതെന്ന് ചോദിക്കുന്ന ഒരു കുഞ്ഞിന്റെ മുഖം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ, അനാഥാലയങ്ങളിൽ ഇപ്പം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, അങ്ങനെ എവിടെയും പോകാനില്ലാത്ത ആൾക്കാർ വിഷമിക്കണ്ട, എൻ്റെ വീട്ടിലേക്ക് വരൂ. അഗർത്ത നിങ്ങളുടെ വീടാണ്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ചാൽ എൻ്റെ വീട്ടിൽ വന്നിട്ട് താമസിക്കാം. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത് യാത്രകളാണ്. ഓരോ തവണ യാത്ര പോകുമ്പോഴും നമ്മൾ ആരും ഈ വഴികളിലൊന്നും ആരും നമ്മളെ നോക്കാമെന്ന് പ്രോമിസ് ചെയ്ത് നിൽക്കുന്നില്ല. പക്ഷേ അവിടെ ഇവിടെയൊക്കെ നല്ല മനുഷ്യരുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ, നമുക്ക് എന്തെങ്കിലും ഒന്ന് പറ്റിയാൽ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വിശന്നാൽ
ഈ മനുഷ്യന്മാർ വന്നിട്ട് നമ്മളെ ഇരു കൈ നീട്ടി ഞാൻ നോക്കുന്നത് 99% നല്ല മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ യാത്രകളിൽ, അല്ലേ? പിന്നെ ഗീതു മോഹൻദാസിനെ കുറിച്ച് പറയട്ടെ. ഞാൻ ആ സിനിമാ നടി ഗീതു മോഹൻദാസ് സഞ്ചരിച്ചിട്ട് ഓടി പാഞ്ഞു വന്നത് സത്യം. പക്ഷേ അതിനേക്കാളും എത്രയോ റേഞ്ച് മുകളിൽ നിൽക്കുന്ന ആളാണെന്ന് ഇപ്പൊ മനസ്സിലായി. സന്തോഷമായി, അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാവുമായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇതെനിക്ക് സ്ഥിരം ഉണ്ടാവാറുള്ളതാ. ഞാനിപ്പോ പറയുകയും ചെയ്തായിരുന്നു, ഇപ്പൊ വാഴയുടെ ഇത് സംവിധായകൻ പോയിട്ടേ ഉള്ളൂ. അപ്പൊ എല്ലാരും മറ്റേ സിനിമ എന്നുള്ളൊരു ഇതിൽ നിൽക്കുമായിരിക്കും. ഗീതു മോഹൻദാസ് വരും എന്ന് വിചാരിച്ചിരുന്നിട്ട് ഇതാണോ വന്നിരിക്കുന്ന ഗീതു. അപ്പോൾ അഗർത്തയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അഗർത്തയുടെ ഈ നിസാർ പറഞ്ഞിരിക്കുന്നത് പലർക്കും ഇവിടെ മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് ഈ പറഞ്ഞ മാതിരി ആരെയും സ്വാഗതം ചെയ്യുന്നത്. ഒരു ശശി ശിംഗനാപൂറിലെ അതുപോലെ തന്നെ വാതിലുകളില്ലാത്ത ഒരു ഗ്രാമമുണ്ട് ഇതുപോലെ തന്നെ ഇന്ത്യയിൽ. അവിടെ വാതിലുകൾ അടയ്ക്കുന്ന ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ അഗർത്തയുടെ ഒരു കൺസെപ്റ്റിനെ പറ്റി ഈ നിസാർ പറഞ്ഞത് എനിക്ക് വളരെ ഇതായിട്ട് തോന്നി. അതായത് ഈ അഗർത്ത എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, ഇതൊരു എല്ലാവർക്കും ചെന്ന് ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം. അത് സത്യത്തിൽ നിസാർ പറയുന്നത് പോലെ തന്നെ അത് നമ്മുടെയൊക്കെ ഉള്ളിൽ തന്നെയാണ്. അതായത് നമ്മുടെ മനസ്സ് വളരെ ഇതായിട്ട് ഇതായിട്ട് സംശീകരിച്ചെടുക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിലെത്തുന്നത് തന്നെയാണ് ഈ അഗർത്ത എന്നത് കൊണ്ടുള്ള ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഈ സമയം ഏതാണ്ടായി ഇവിടെ ഒരു ചെറിയൊരു സൂചന തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല. പക്ഷേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഗീതു നടത്തിയ വേറൊരു സാഹസിക യാത്ര കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അത് മറ്റൊന്നുമല്ല, ഈ സജീവമായ അഗ്നിപർവ്വതം ഉണ്ടല്ലോ, സജീവമായ അഗ്നിപർവ്വതം കാണാൻ വേണ്ടി ഒറ്റയ്ക്ക് പോയ ഒരു യാത്രയുണ്ട്. ആ യാത്രയുടെ ചെറിയൊരു അനുഭവങ്ങളൂടെ കേട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കടക്കാം. പെട്ടെന്ന് പറയാം. ഞാനിപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 2-3 ദിവസമായുള്ളൂ എത്തിയിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സാഹസിക യാത്രകളോടുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടാവുന്നത് സിനിമകളിൽ നിന്നാണ്. അതിൽ വേറെ ഒന്നും പറയാനില്ല. കാര്യം ചെറുപ്പത്തിലെ കണ്ട ഒരു വെർട്ടിക്കൽ ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, അറിയില്ല എത്ര പേര് കണ്ടിട്ടുണ്ടാവുന്നു. അത് എന്നെ സ്വാധീനിച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ടാണ്. അപ്പോൾ സിനിമകളാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു സാഹസിക യാത്രികയാക്കി മാറ്റിയത്. അപ്പോൾ വോൾക്കാനോ, നമുക്കിങ്ങനെ പറയില്ലേ, അഗ്നിപർവ്വതം, നമുക്ക് കാണാൻ പറ്റാത്ത സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ കാണണം എന്നുള്ള ഒരു അമിതമായ ഒരു ആഗ്രഹം അതിൻ്റെ പുറത്തേക്ക് തേടിയിട്ട് കുറേ ഞാനിങ്ങനെ തേടി നടക്കും. അത് കിട്ടുന്നവരെ ഞാൻ ആ ഏത് ലെവലിൽ വരെ പോകാമോ അവിടെ വരെ പോകും. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു അഗ്നിപർവ്വതം കാണുന്നത്. കാര്യം ഇന്ത്യയിൽ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടെങ്കിലും അത് ഉള്ളത് ആകെ ആൻഡമാനിലാണ്. ഞാൻ ആൻഡമാനിലും പോയിട്ടുണ്ട്, അഗ്നിപർവ്വതം കാണാൻ വേണ്ടി തന്നെ പോയതാണ്. പക്ഷെ അങ്ങോട്ടേക്ക് വിടില്ല എന്ന് പറഞ്ഞു. ഒരു സജീവ അഗ്നിപർവ്വതം നമുക്ക് അത് ഇത്ര തറയിൽ ഇങ്ങനെ നോക്കണം. നമുക്ക് നോക്കേണ്ടത് ഇങ്ങനെ മേളിൽ നോക്കി കാണുന്ന അഗ്നിപർവ്വതത്തിനെയാണ്. മഡ് വോൾക്കാനോ ആൻഡമാനിലുണ്ട്, പക്ഷെ അതെനിക്ക് സാറ്റിസ്ഫൈ ആയില്ല കണ്ടിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അടുത്ത അഗ്നിപർവ്വതം എവിടെയാന്ന് നോക്കി നടക്കുമ്പോഴാണ് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ ജോഗ്രഫിയുടെ ഫാനാണ് ഞാൻ. അപ്പോൾ അതിൽ റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ പസഫിക് സമുദ്രത്തിന് ചുറ്റും കിടക്കുന്ന ഇങ്ങനെ റിംഗ് ഓഫ് ഫയർ, ഒരുപാട് അഗ്നിപർവ്വതങ്ങൾ ഇങ്ങനെ. അപ്പം അഗ്നിപർവ്വതങ്ങളുടെ വാർത്തകൾ, സിനിമകൾ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ എൻ്റെ രോമാഞ്ചം എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. അങ്ങനെയാണ് ബാലിയിൽ ഒരു അഗ്നിപർവ്വതം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബാലിയിൽ ഭയങ്കര ആഗ്രഹം കൊണ്ട് ആദ്യം ബാലി പോയ സമയത്ത് അവിടെ ചെന്നു. അത് മൗണ്ട് ബ്രോമോ, നോട്ട് ബ്രോമോ, പേര് പെട്ടെന്ന് മറന്നു എനിക്ക്. എന്തായാലും അവിടെ ചെന്നപ്പോൾ എനിക്ക് കുറച്ച് നിരാശയുണ്ടായി. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച അഗ്നിപർവ്വതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലാവയൊക്കെ തെറിച്ച് വരുന്ന അല്ലെങ്കിൽ പുകയൊക്കെ വരുന്ന, അതായിരുന്നു നമ്മുടെ മനസ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് എത്രയോ കാലങ്ങൾക്ക് മുൻപേ പൊട്ടിത്തെറിച്ച് അതിന് മുകളിലൊരു ക്രേറ്ററൊക്കെ ഫോം ചെയ്ത് അതിനകത്ത് മുഴുവൻ ചെടികളൊക്കെ വളർന്ന് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് പോലെ ഇരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ എനിക്ക് തോന്നി, ഇത് കാണാനാണോ ദൈവമേ ഞാൻ ഇവിടം വരെ വന്നേ? പിന്നെ എൻ്റെ അന്വേഷണം എവിടെയാണ് ഇനി തീ വരുന്ന അഗ്നിപർവ്വതം കാണുന്നതെന്ന്. അങ്ങനെ മനസ്സിലായി ജാവ എന്ന് പറയുന്ന, അതായത് ഇന്തോനേഷ്യയിലെ തന്നെ ഈസ്റ്റ് ജാവ എന്ന് പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സജീവ അഗ്നിപർവ്വതങ്ങളുടെ നാടാണ്. ഓക്കെ, അടുത്ത യാത്ര എന്ന ജാവയിലേക്ക് ആയിക്കോട്ടെ എന്ന് കരുതി ഈസ്റ്റ് ജാവ ബാലിയിൽ പോയിട്ട് ബാലിയിൽ നിന്ന് കിളിമാനൂക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ബോട്ട് കയറി അപ്പുറത്തെത്തി. അതിലൊക്കെ ഒരുപാട് ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ സമയം ഒരു രാജ്യത്ത് ഇത്ര അധികം ടൈം സോൺ ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. കാര്യം ഞാൻ 8 മണിക്ക് ബോട്ട് കയറി ഞാൻ തിരിച്ച് അപ്പുറം സൈഡിൽ എത്തുമ്പോഴും 8 മണി സമയം.
അപ്പം തന്നെ ഞാൻ ആലോചിക്കും ഇതെന്താണ് ഒരേ രാജ്യത്ത് രാത്രി 8 മണിക്ക് ഞാൻ 9:30 എത്തുമെന്ന് പ്രതീക്ഷ എത്തുമ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴും 8 മണി സമയം. കാര്യം 2 ടൈം സോണാണ് ഇന്തോനേഷ്യയിൽ, ബാലിയിലും അപ്പുറം സൈഡും ജാവയിലും. അപ്പോൾ അവിടെ എത്തി. അവിടെ നിന്ന് മൗണ്ട് ഇജ്ജെയിൻ എന്ന് പറയും. അവിടെ മൗണ്ട് ഇജ്ജെയിൻ ഓൾറെഡി പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതമാണെങ്കിലും എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അത് ക്രേറ്റർ പൊട്ടിത്തെറിച്ച മോൾഭാഗം തെറിച്ച് പോയി കഴിയുമ്പോൾ അവിടെ ഒരു വലിയൊരു ഗർത്തം രൂപപ്പെടും. അതിനെയാണ് ക്രേറ്റർ എന്ന് വിളിക്കുന്നത്. ഈ ക്രേറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് മുഴുവനും വിഷപ്പുകകളും ഒക്കെയാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ആസിഡ് തടാകം രൂപം കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മൗണ്ട് ഇജ്ജെയിൻ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതത്തിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ട്രക്ക് ചെയ്ത് വേണം പോവാൻ. അന്ന് ഞാനത് പോയി കണ്ടു. പിന്നെ സൾഫറാണ് മുഴുവനും, സൾഫർ ഖനിയാണ് അതിൻ്റെ ഉള്ളിൽ മുഴുവനും. അപ്പോൾ ഈ സൾഫർ കത്തുമ്പോൾ നീല നിറമാണ് വരുന്നത്. അപ്പോൾ ഈ നീല ബ്ലൂ ഫ്ലെയിം ഉള്ള അഗ്നിപർവ്വതം ആണ് മൗണ്ട് ഇജ്ജെയിൻ. അങ്ങനെയാണ് മൗണ്ട് ഇജ്ജെയിനിലെത്തുന്നത്. അത് കഴിഞ്ഞ മിനിയാന്ന് 2-3 ദിവസം മുമ്പ് ഞാൻ പോയി വരുമ്പോൾ അപ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളിൽ വരികയാണ് ഇതിലും കൂടുതലുള്ള അഗ്നിപർവ്വതം കാണണം. അങ്ങനെയാണ് മൗണ്ട് ബ്രോമോ എന്ന് പറയുന്ന മറ്റൊരു അഗ്നിപർവ്വതം കാണാൻ. അത് ജാവ, ശരിക്കും പറഞ്ഞാൽ അത് നിൽക്കുന്നത് യോഗ്യകർത്ത എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ജോഗ് ജക്കാർത്ത, യോഗ്യകർത്ത എന്നൊക്കെ പറയുന്ന അവിടെയാണ് ഈ മൗണ്ട് ബ്രോമോ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതം. അത് ശരിക്കും എന്താണ് പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതമാണ്. അവിടെ ചെന്നാൽ ലാവ കാണാം, പുക കാണാം, തീ കാണാം, എല്ലാം കാണാം. സൾഫറും കിട്ടുന്നു, എല്ലാം കിട്ടും അവിടെ. സൾഫറും ഉണ്ട്, ഒക്കെ കിട്ടും അവിടെ. അത് എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. കാര്യം മൗണ്ട് ബ്രോമോയിലേക്ക് രാവിലെ ഒരുപാട് കഷ്ടപ്പെട്ടു. 4 ഫ്ലൈറ്റൊക്കെ എടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ അതിൻ്റെ വേർത്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഒരു സൺറൈസ് വ്യൂ ആണ്. നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിനെ ശരിക്കും ഞാൻ നേരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഭയങ്കര ഭംഗിയായിട്ട് സുന്ദരമായി നിൽക്കുന്ന ഒരു അഗ്നിപർവ്വതം. അപ്പോൾ രാവിലെ തന്നെ 12 മണിക്ക് ഇറങ്ങി ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. രാവിലെ എത്തി. ആദ്യം പോയി ഏറ്റവും ആദ്യത്തെ വ്യൂ എനിക്ക് തന്നെ കിട്ടണം എന്നുള്ള ഒരു വാശിപ്പുറത്ത് ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇരുന്ന് കഴിഞ്ഞു. അപ്പോൾ സൺറൈസ് എന്ന് പറഞ്ഞാൽ 6 മണിക്കാണ്. അപ്പോൾ 5:30 ആയി. നോക്കിയപ്പോൾ കോട ഒന്നുമില്ല, കാണാനില്ല. 6 മണിയായി. 6 മണിയായിട്ടും ഒന്നുമില്ല കാണാനായിട്ട്. 7 മണിയായിട്ടും ഒന്നുമില്ല, ഫുള്ള് പുക മാത്രം. ഞാൻ സത്യം പറഞ്ഞാൽ കരയാണ് അവിടെ ഇരുന്നിട്ട്. ഞാൻ അവിടെ ഇരുന്ന് കരയാണ് ശരിക്കും. കാര്യം ഇത് കാണാനാണോ ദൈവം 4 ഫ്ലൈറ്റും പിടിച്ച് ഞാൻ ഇവിടെ വന്ന് ഇത്ര ദൂരത്ത്. പിന്നെ നമ്മുടെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം വിഷമിച്ച് കുറേ ആൾക്കാർ തിരിച്ചു പോയി. ഞാൻ അവിടെ കുത്തിയിരുന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരു മൊമെൻ്റ് ഉണ്ട്. ആ ഒരു മൊമെൻറ്റിൽ സൂര്യൻ ഇങ്ങനെ പെട്ടെന്ന് എവിടെ നിന്നാണെന്ന് അറിയില്ല, എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണോന്നറിയില്ല, സൂര്യൻ പെട്ടെന്ന് വരുന്നു. ആ കോട മൊത്തം അങ്ങ് മാറുന്നു. മുമ്പിൽ നിൽക്കുന്നത് ഒരു കിടിലൻ അഗ്നിപർവ്വതം. അതിൻ്റെ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ. അത് ഒരൊറ്റ അഗ്നിപർവ്വതമല്ല, 4 അഗ്നിപർവ്വതം അവിടെ ഒന്നിച്ച് കാണാൻ പറ്റും ആ ഒരൊറ്റ ഏരിയയിൽ. അതിൽ മൗണ്ട് ബ്രോമോ ഉണ്ട്. അതുപോലെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ 10 മിനിറ്റിലും തീ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു അഗ്നിപർവ്വതം. അങ്ങനെ അത് കണ്ടു. അതിനുശേഷം മൗണ്ട് ബ്രോമോയിലേക്ക് കയറി ക്രേറ്ററിൻ്റെ മുകളിലേക്ക് കയറും. ആ ക്രേറ്റർ എന്ന് പറഞ്ഞാൽ മുകളിൽ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു റിഡ്ജ് പോലെയാണ് അതിൻ്റെ മുകൾ ഭാഗം. അത് കയറാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ ഇത് തളച്ച് വരുന്നത് കാണാൻ പറ്റും. അതൊക്കെ ചൂടുണ്ട്, നല്ല ചൂടുള്ള സ്ഥലമാണത്. അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ആരാധിക്കുന്ന ദൈവം ആരാ? ഗണപതി. ഞാൻ നോക്കുമ്പോൾ ഗണപതിയുടെ മുമ്പിൽ മീൻ വറുത്തതും ചോറും എല്ലാം വെച്ച് നിവേദിച്ച് വെച്ചിരിക്കുകയാണ് ഗണപതിനെ. അപ്പം ഞാൻ ആലോചിച്ചു ദൈവം ഇതെന്താ. അപ്പോൾ അവർക്കൊരു ആചാരമുണ്ട്. ഇവരൊക്കെ ഈ അനിമിസ്റ്റിക് നേച്ചറിൽ വിശ്വസിക്കുന്ന മനുഷ്യരായിരുന്നു, അതായത് പ്രകൃതിനെയും. അപ്പോൾ അവരുടെ ഒരു ദൈവമാണ് ഈ മൗണ്ട് ബ്രോമോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ആചാരം അനുസരിച്ച് എല്ലാ വർഷങ്ങളിലും ഇവരുടെ കന്നുകാലികൾ, അതുപോലെ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവന്ന് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിടും. പണ്ട് കുട്ടികളെയാണ് ഇട്ടിരുന്നതെന്നാണ് അവർ പറയുന്നത്. കാര്യം ഒരു നേർച്ചയുടെ ഭാഗമായി കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് 5-6 കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാനം ഉണ്ടാവുന്ന കുട്ടീനെ ഇതിലിടണം എന്നാണ് അവരുടെ വിശ്വാസം എന്നാണ്. ആ അമ്പലം ഇപ്പോഴും അവിടെ ഉണ്ട്, അവരതിനെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓരോ എന്താ പറയുക, ഓരോ യാത്രകളിൽ ഇങ്ങനെ പോകുമ്പോൾ സാഹസികമായുള്ള യാത്രകളാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന അറിവെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാവരും പോകണം, എവരിബഡി. ഓക്കെ, ഈ യാത്രികയുടെ ഒരു അഗ്നി മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏതായാലും ടൈമായി, കാരണം അടുത്ത സെഷൻ ആരംഭിക്കാൻ പോകാൻ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു നിസാറിന് പ്രത്യേക ഒരു സെഷൻ വേറെയുണ്ട്. അപ്പോൾ കൂടുതൽ നിസാറിനെ നിങ്ങൾക്ക് അവിടെ നിന്ന് കേൾക്കാൻ പറ്റും.
അപ്പോൾ എന്തായാലും നമുക്ക് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി അകലങ്ങളിലേക്ക് എത്ര യാത്ര ചെയ്ത് കഴിഞ്ഞാലും അവസാനം നമ്മൾ എത്തപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് മിക്കവാറും നമ്മളുടെ വീടോ അല്ലെങ്കിൽ നമ്മുടെ നാടോ തന്നെയായിരിക്കും. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ബാലിയെ പറ്റി പറഞ്ഞു. ബാലിയിൽ ആദ്യമായിട്ട് പോവുകയും ബാലി ദ്വീപ് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരികയും ചെയ്തത് നമ്മുടെ യാത്രാ സാഹിത്യ കുലപതിയായ എസ് കെ പൊറ്റക്കാടാണ്. എസ് കെ പൊറ്റക്കാട് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അവസാനം അദ്ദേഹത്തിൻ്റെ നാട്ടിലെത്തുമ്പോൾ ആ നാട്ടിൽ, സ്വന്തം നാട്ടിൽ അദ്ദേഹം അന്യനായി പോകുന്നൊരു അവസ്ഥയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അതിരാണിപ്പാടത്തിൻ്റെ പുതിയ തലമുറയുടെ കാവൽക്കാര, അതിക്രമിച്ച് കടന്നത് പൊറുക്കുക, പഴയ കൗതുക വസ്തുക്കൾ തേടി നടക്കുന്ന ഒരു പരദേശിയാണ് ഞാൻ. അതുപോലെ നമുക്കും ഇങ്ങനെ യാത്രകൾ തേടി ദേശാന്തരങ്ങളിലൂടെ യാത്ര ചെയ്യുകയും ഒടുക്കം നമുക്ക് നമ്മുടേതായ ഒരു നേരത്തെ പറഞ്ഞ പോലെ അകർത്ത നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അകർത്ത കണ്ടുപിടിക്കുകയും ചെയ്യാം എന്ന പ്രത്യാശയോടുകൂടി ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യട്ടെ. ഇത് ഞങ്ങളെ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി.